അലി ഖമേനിയെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷഹീദാക്കാൻ നടക്കുന്നവരും അനിൽ മുഹമ്മദും അറിയാൻ. റമീൽ അബ്ദുള്ള ചന്ദേര അദ്ദേഹമാണ് ഈ പേജിലുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അതിൽ ചിലർ ആ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് ഇതിന് കിതാബ് വെച്ച് ഒന്ന് മറുപടി പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ സഹോദര, ഇനി ഞാനിവിടെ കിതാബ് തുറക്കാത്ത ഒരു കുഴപ്പമേ ഉള്ളൂ. ബാക്കി എല്ലാവരും കിതാബ് തുറന്ന് ഇത് 12 കഷ്ണമായി, തമ്മിൽ അടിക്കാത്തതുപോലെ അടിയായി. ശ്രീധരൻപിള്ളയെ കൊണ്ടിരുത്തിയാലും ഈ സമുദായത്തിനുള്ളിലെ പരസ്പരമുള്ള സംഘടനാ നേതാക്കളെ കൊണ്ടിരുത്താത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും നരകത്തിലാക്കുന്ന കുറച്ച് പേരെ മുഷിരിക്കുകളും മറ്റു കുറച്ച് പേരെ വഹാബികളും പിന്നെ അല്ലാത്ത കുറച്ച് പേരെ മൗദൂദികളും ഒക്കെ ആക്കി വളരെ സന്തോഷപൂർവ്വം അഭിരമിക്കുകയും ഊഞ്ഞാലാടുകയും ചെയ്യുകയാണ് ഈ സമുദായ സംഘടനാ മുതലാളിമാർ. എനിക്ക് നിങ്ങളുടെ ഊഞ്ഞാലാട്ടം കാണുമ്പോൾ തോന്നുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഈ വലിയ ഓണാഘോഷ പരിപാടികൾക്ക് പണ്ട് നാട്ടുമ്പുറത്തൊക്കെ പറമ്പിൽ ഈ 3-4 ഊഞ്ഞാലിടും. എന്നിട്ട് ഓരോ ഊഞ്ഞാലിലും ഓരോരുത്തരിരുന്ന് സന്തോഷത്തോടിങ്ങനെ ആടിപ്പാടും. ഇവിടെ ആ സന്തോഷം നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ ചില ഭാവങ്ങളായി കാണാൻ പറ്റിയില്ലെങ്കിലും മറ്റൊരു സംഘടനക്കാരനെ പറയുകയും അവനെ നരകത്തിലാക്കുകയും അവനെ ഇകഴ്ത്തുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ. നമ്മൾ ഓണക്കാലത്ത് പാടുന്നത് പോലെ പൂവിളി, ആ പാട്ടുണ്ടല്ലോ, പൂവിളി പൂവിളി പൊന്നോണമായി എന്നൊക്കെ പറയുന്ന പാട്ട് പോലെ നിങ്ങൾ സന്തോഷത്തോടെ കിതാബ് വെച്ച് ഇങ്ങനെ ആടി പാടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇനി ഞാൻ കൂടി കിതാബ് തുടർന്നിട്ട് എന്ത് കാര്യമാണ് സഹോദര? നിങ്ങൾക്കെല്ലാവർക്കും ഔചിത്യമുണ്ടാവാനും വിവേകമുണ്ടാവാനും തിരിച്ചറിവുണ്ടാവാനും വേണം എൻ്റെ പ്രാർത്ഥന. എന്താണെന്നറിയോ? ഈ കിതാബും ഖുർആനും എല്ലാം മനുഷ്യനെ വിവേകിയും തിരിച്ചറിവുള്ളവനും ഔചിത്യമുള്ളവനുമാക്കുന്നതിന് വേണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനൊരുപാട് സന്ദർഭങ്ങൾ ഖുർആനിലും പ്രവാചക ജീവിതത്തിലും പറഞ്ഞിട്ടുണ്ട്. ഈ പട്ടിക്ക് വെള്ളം കൊടുത്ത് ഒരാൾ സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നൊരു കഥയുണ്ടല്ലോ, ഒരു വേശ്യാസ്ത്രീ. അതെന്തോ അതിൻ്റെ അർത്ഥം? എല്ലാവരും വേശ്യാവൃത്തി ചെയ്തിട്ട് പട്ടിക്ക് വെള്ളം കൊടുക്കാനല്ല. ആ സന്ദർഭത്തിലെ ഏറ്റവും ഉചിതമായ ഒരു പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിൽ ബാക്കി ഒരുപാട് വൻപാപം ചെയ്ത ഒരാൾ പോലും സ്വർഗത്തിൽ പോയി എന്ന് പറയുമ്പോൾ ആ ടൈംലിനെസ്സിനും ആ റീസണിങ്ങിനും ആ ഇൻ്റർവെൻഷനും നൽകുന്ന ഒരു മഹത്വമാണ് കാണുന്നത്. പിന്നെ രണ്ടാമത്, പ്രവാചക ജീവിതത്തിൽ ആരും നിഷേധിക്കാത്ത ചരിത്രങ്ങളിലൊന്നാണല്ലോ പ്രവാചകൻ്റെ ഹിജ്റ പോയത്. ആ ഹിജ്റ പോയപ്പോൾ പ്രവാചകൻ യഥാർത്ഥത്തിൽ മദീനയിലേക്ക് പോകേണ്ട ദിശയിലല്ല ആദ്യം പോയത്, എതിർ ദിശയിലേക്കാണ്. എന്നിട്ട് അവിടെ ഒരു ജബലി സൗറിൽ അവിടെ ഒളിച്ചിരുന്നു. ആ ഗുഹയൊക്കെ അവിടെ ഉണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ പോകുമ്പോൾ ഞാനൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഗുഹ അതിൻ്റെ മുകളിൽ കയറി കണ്ടായിരുന്നു. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരമാണ് പോകുന്നത്, എല്ലാ സംരക്ഷണവുമുണ്ട്, പ്രവാചകനാണ്. എങ്കിൽ പോലും എന്തിനാണ് ഈ തെക്കോട്ട് പോകേണ്ടതിന് വരെ അല്ലെങ്കിൽ പടിഞ്ഞാട്ട് പോകേണ്ടതിന് വരെ കിഴക്കോട്ട് പോയത്, അല്ലെങ്കിൽ തെക്കോട്ട് പോകേണ്ടതിന് വരെ വടക്കോട്ട് പോയത്? അത് ഈ ഹിക്മത്ത് അല്ലെങ്കിൽ തന്ത്രപരമായ ചില സംഗതികൾ ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി മൂന്നാമത്, ഇനി അതെല്ലാവരും യോജിക്കുന്ന ഹദീസാണെന്നൊന്നും എനിക്കറിയത്തില്ല. പ്രവാചകൻ പറഞ്ഞതായി പറയുന്നു, ഈ മക്കം ഫത്തഹിന് ശേഷം അവിടെ വിജയിച്ചു വന്ന ശേഷം കാബ എൻ്റെ വിശ്വാസികളായ അനുയായികൾക്ക് ഈമാനികമായ നല്ല കരുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കാബ പൊളിച്ച് പഴയ ഇബ്രാഹീമി വലിപ്പത്തിലും രൂപത്തിലും ഞാനിതിനെ പണിയുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പണിയുന്നില്ല. കാരണം ഇപ്പോൾ പൊളിച്ചാൽ കാബ പൊളിക്കാൻ വന്ന മുഹമ്മദ് എന്ന തരത്തിലേക്ക് ആ പ്രചാരവേല പോയി ആളുകളിൽ ഇതുണ്ടാവും എന്ന് കരുതിയ സന്ദർഭമാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രത്തിലും അങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. ഞാൻ വലിയ കിതാബിയായ പണ്ഡിതനൊന്നുമല്ല. നിങ്ങളെപ്പോലെ കിതാബിയായ അറിവുണ്ടായി ഇങ്ങനെ തമ്മിലടിക്കുന്നതിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിച്ച ഒരു പാമരനായ ഒരു സാധുവായ, എന്നാൽ ഇത് സന്തോഷത്തിലും നന്മയിലും സ്നേഹത്തിലും ഔചിത്യബോധത്തിലും ഒക്കെ ചേർന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ ആ കിതാബ് വെച്ച് മറുപടി പറയാമോ എന്ന് പറഞ്ഞ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തുറന്ന കിതാബ് ഒരിക്കലും തുറക്കരുത്. കാരണം നിങ്ങളെപ്പോലെ ആകുമെങ്കിൽ അങ്ങനെ തുറക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കിപ്പോൾ സുന്നിയെ കണ്ടാലും മുസ്ലിമായിട്ട് തോന്നും, ജമാഅത്ത് ഇസ്ലാമിയെ കണ്ടാലും മുസ്ലിമായിട്ട് തോന്നും, പിന്നെ മുജാഹിദിനെ കണ്ടാലും മുസ്ലിമായിട്ട് തോന്നും, അതിലേത് വിഭാഗത്തെ കണ്ടാലും മുസ്ലിമായിട്ട് തോന്നും എന്ന് മാത്രമല്ല, ഇനി ഷിയയിലോ അല്ലെങ്കിൽ ഷിയിലോ അല്ലെങ്കിൽ അഹമ്മദിയ വിഭാഗത്തിലോ
ഒക്കെയുള്ള ആളുകളുടെ നന്മയുണ്ടെങ്കിൽ ആ നന്മ പറയുന്നതിനും എനിക്ക് ഒരു ഭയവും ഇല്ല. അതുകൊണ്ട് ഇല്ല, വള്ളിയില്ലാത്ത നിക്കറ് പോലെ അങ്ങ് ഊരിപ്പോകുന്നതാണ് എൻ്റെ ഈമാൻ, എൻ്റെ ഉറച്ച വിശ്വാസം, എൻ്റെ അള്ളാഹുവിലുള്ള വിശ്വാസം, എൻ്റെ പ്രവാചകനോടുള്ള ഇഷ്ടം, സ്നേഹം എന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ഇനി ഈ ആൾ പറഞ്ഞല്ലോ അനിൽ മുഹമ്മദിനോട്, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ചെഗ്വേരയെ ഷഹീദായിട്ട് അംഗീകരിക്കുമോ, രക്തസാക്ഷിയായിട്ട്? നിങ്ങളുടെ കിതാബ് പ്രകാരം ഇല്ലായിരിക്കും. നിങ്ങൾ ഭഗത് സിംഗിനെ ഷഹീദായിട്ട് അംഗീകരിക്കുമോ? കിതാബ് പ്രകാരം, ഈ മൊലിയാർ തുറന്ന കിതാബ് പ്രകാരം അംഗീകരിക്കാനൊക്കത്തില്ല. അതിൻ്റെ ഉസൂലുകൾ ഒത്തുവരുത്തില്ല. പക്ഷേ നിങ്ങളത് പരസ്യമായിട്ട് പറയുമോ? അവർ ഷഹീദല്ല, അവർ നരകത്തിലേക്ക് പോയതാണ്. ഷഹീദ് എന്ന ആരും ഇന്ത്യയിൽ അവരെ വിളിക്കാൻ പാടില്ല. നിങ്ങൾ പറയുമോ? എന്താ കാര്യം പറയാത്തത്? നിങ്ങളടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈമാൻ്റെ പവർ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ പല സന്ദർഭങ്ങളിൽ, പല യുദ്ധത്തിൻ്റെ സന്ദർഭങ്ങളിൽ. ഒടിഞ്ഞ വാളുമായി യുദ്ധത്തിന് പോയ സഹാബാക്കളുടെ ചരിത്രം, പട്ടിണി കിടന്ന് യുദ്ധത്തിന് പോയ സഹാബാക്കളുടെ ചരിത്രം, ഇത്തരം ചരിത്രങ്ങളൊക്കെ പഠിപ്പിക്കുമല്ലോ. എന്ന് മാത്രമല്ല, മദീന എന്ന് പറയുന്ന പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലത്തെ സാക്ഷിയാക്കി പ്രവാചകൻ പറഞ്ഞല്ലോ, ഇവിടെ ദജ്ജാൽ പോലും കയറത്തില്ലെന്ന്. അത്രമേൽ സുരക്ഷിതമായി പ്രഖ്യാപിച്ച അത്രയും സ്ഥലവും ഈമാനും ഒക്കെ കയ്യിലുണ്ടായിട്ട് ഈ സയനിസ്റ്റ് ശക്തികളോട് സന്ധി ചെയ്യുന്ന, നിങ്ങൾക്ക് ശമ്പളം തരുന്ന, കാശ് തരുന്ന, പിരിവ് തരുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും അവരുടെ ഈമാൻ്റെ ആ വലിപ്പച്ചെറുപ്പത്തെക്കുറിച്ച് നിങ്ങൾ മിണ്ടുവോ മൊയ്ലിയാരെ? മിണ്ടൂല്ല. നിങ്ങൾക്ക് വിലയിരുത്താനാവില്ല. ഇനി നിങ്ങൾ വലിയ പലിശയ്ക്ക് ഉടുപ്പുകാരനും ഒരുപാട് സംഗതികൾ ചെയ്ത ഒരാളിൻ്റെ വീട്ടിൽ ഒരു മരിപ്പിന് പോയി, അല്ലെങ്കിൽ ഒരു അനുശോചനത്തിന് ഇരുന്നു. അവിടെ ഇരുന്നപ്പോൾ ആ വേദിയിൽ സംസാരിച്ചവരെല്ലാം അദ്ദേഹത്തിൻ്റെ പലിശയ്ക്ക് ഉടുപ്പിനെക്കുറിച്ചോ ബാങ്കിനെക്കുറിച്ചോ അദ്ദേഹത്തിന് ബാറുകളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചോ ഒന്നും ഒരക്ഷരവും പറയത്തില്ല. അദ്ദേഹത്തിൻ്റെ നന്മയെക്കുറിച്ച് പറയും. ചിലർക്ക് കാശ് കൊടുത്ത കാര്യം പറയും, ചിലർക്ക് വീട് വെച്ച് കൊടുത്ത കാര്യം പറയും. നിങ്ങളവിടെ ബഹളം ഉണ്ടാക്കുമോ കിതാബ് വെച്ച്? നാളെ ഇറങ്ങിയൊരു വീഡിയോ ചെയ്യുമോ? ചെയ്യത്തില്ല. എന്താ കാര്യം? ഔചിത്യം. ഇനി നിങ്ങളോട് പറയാം. 85 വയസ്സുള്ള ആയത്തുള്ള കാംനയി എന്ന് പറയുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ നമ്മൾ ജീവിച്ചിരുന്ന കാലത്ത് നമ്മുടെ കൺമുന്നിൽ വെച്ച് സയനിസ്റ്റ് ഭീകരരാൽ ഒരു വെളുപ്പിന്, ഒരു റമളാൻ മാസത്തിൽ, ഒരു വിശുദ്ധ മാസത്തിൽ ബോംബിട്ട് തകർത്ത് ആ തകർന്ന കെട്ടിടങ്ങൾക്കകത്ത് കിടന്ന് അദ്ദേഹവും ഭാര്യയും മകളും മരുമകനും കുഞ്ഞും മരിക്കുന്നു. അതിനോട് സമൂഹം വൈകാരികമായി പ്രതികരിക്കുന്നു. ആ വൈകാരികമായി പ്രതികരിക്കുന്നത് ആരാ? നിങ്ങളെപ്പോലുള്ള ഈ വിചിത്ര രൂപവുമായി നടന്ന് ഉള്ളിൽ നിറയെ തങ്ങളല്ലാത്തവരെല്ലാം നരകത്തിലാണെന്ന് വിശ്വസിക്കുന്ന നികൃഷ്ട മനസ്സുമായി നടക്കുന്ന മനുഷ്യരല്ല, സ്നേഹവും ഇഷ്ടവും തോന്നുന്ന മനുഷ്യർ. അവരെന്തു പറഞ്ഞു? ഇയാൾ ഷഹീദാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് പോലും അടക്കിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. കാരണം യുദ്ധം തീരാതെ അടക്കാൻ പറ്റില്ല. ആ മയ്യത്ത് മറവാടിയിട്ടില്ല. അതിനു മുമ്പേ നിങ്ങൾക്ക് വ്യഗ്രത മുഴുവൻ എന്താ? സയനിസത്തിൻ്റെ ദുഷ്ടത പറയുന്നതിനോ അവരുടെ ക്രൂരത പറയുന്നതിനോ അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന മുതലാളിമാരെ പറയുന്നതിനോ അല്ല. ഇയാൾ ഷഹീദാണോ അല്ലയോ എന്ന് വിലയിരുത്തുന്നതിനാണ് നിങ്ങൾക്ക് താല്പര്യം. അതാണ് നിങ്ങളെപ്പോലെയുള്ള വൃത്തികെട്ട മനസ്സുകളുടെ ഭാരം ഈ സമുദായത്തിൻ്റെ മേൽ ദുർഗന്ധമായി പതിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങളുടെ അടിമകളായ അനുയായികൾ മോചിപ്പിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നിങ്ങളൊന്നും മാറില്ല, നിങ്ങൾ നന്നാവുകയില്ല. കാരണം നിങ്ങളങ്ങനെ കണ്ടീഷൻ ചെയ്യപ്പെട്ടു പോയവരാണ്. നമ്മൾ ചില പോക്കറ്റടിക്കാരെ കണ്ടിട്ടില്ലേ? എത്ര സ്റ്റേഷനിൽ കൊണ്ടിട്ടാലും പിന്നെയും ഒരു പേഴ്സ് പൊങ്ങിയിരിക്കുന്ന കാണുമ്പം അവരത് എടുക്കാൻ തോന്നും. പക്ഷേ നിങ്ങളെപ്പോലെയുള്ളവർ നന്മയാണെന്ന് വിശ്വസിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ട ഹക്കാണെന്ന് വിശ്വസിച്ച് അനൗചിത്യവും അനാവശ്യവും അനുചിതമായ കാര്യം അനവസരത്തിൽ സംസാരിച്ച് നിങ്ങളാളായി നിങ്ങൾ നിൽക്കുന്ന സംഘടനയുടെ നെയിം സ്ലിപ്പ് ലേബലിൽ നിങ്ങൾ അതിൻ്റെ വലിയ പ്രമാണിയായി മാറാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യർത്ഥവും വികൃതവുമായ ഒരു പ്രതികരണമാണ് നിങ്ങളുടേത്. അതുകൊണ്ടാണ് അതിന് മറുപടി പറഞ്ഞത്. കിതാബൊക്കെ എടുക്കാം, ഇത് എല്ലാവരുടെ കയ്യിലും ഇരിപ്പുണ്ട് കിതാബ്. നിങ്ങളുടെ മാത്രമാണോ കിതാബുള്ളത്? ഈ രാജ്യത്ത് എല്ലാവരുടെ കയ്യിലും ഉണ്ട്. എന്താ, നൗഷാദ് ഹസനി കരിവട്ടൂരി പുള്ളിയുടെ കയ്യിലും ഉണ്ട് കിതാബ്. അതുകൊണ്ട് കിതാബ് എല്ലാവരോടും എടുത്തു വെച്ച് പറഞ്ഞ് ഈ പറയുന്ന സാധാരണ ആളുകളുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് സാധാരണക്കാരോട് പറയാനുള്ളത്, നിങ്ങളെവന്മാരുടെ കിതാബ് ഒന്നും കണ്ട് നിങ്ങൾ ഇതിനകത്ത് തൂങ്ങാനും ചാടാനും ഒന്നും നിൽക്കരുത്. നിങ്ങളെന്തോ വേണം? ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ പോകണം, നിസ്കരിക്കണം, ദിക്റും സലാത്തും ചെല്ലണം, അള്ളാഹുവും റസൂലും ഖുർആനും അതിൻ്റെയൊക്കെ പരിപൂർണതയിൽ വിശ്വസിക്കണം. പിന്നെ എന്ത് ചെയ്യണം? നോമ്പെടുക്കണം. കയ്യിലുള്ളത് ആർക്കെങ്കിലുമൊക്കെ വീട്ടിലുള്ളവർക്കോ അയലത്തുകാർക്കോ നാട്ടുകാർക്കോ പ്രയാസപ്പെടുന്നവനോ ഒക്കെ ഹദിയയോ സദക്കയോ പടച്ചോൻ പറഞ്ഞ സക്കാത്തോ ഒക്കെ കൊടുത്ത് അങ്ങ് ജീവിക്കണം. ഇവരുടെ എല്ലാം കൂടെ ന്യായവും ചട്ടവും എല്ലാം കൂടെ കേട്ടാൽ പിന്നെ ഇതിനേക്കാൾ ഭേദം
നമ്മൾ സാധാരണ പറയുന്ന നിരീശ്വരവാദവും ആരിഫ് ഹുസൈൻ്റെ മതവും രവിചന്ദ്രൻ്റെ മതവും ആണെന്ന് തോന്നിയാണ് ഈ പുതിയ തലമുറയിലെ പിള്ളേരെല്ലാം അതിനകത്ത് കയറി പിടിക്കുന്നത്. കാരണം ഒന്നും അല്ലെങ്കിലും കേൾക്കാനെങ്കിലും ഒരു സുഖമുണ്ട്. യവന്മാരുടേത് കേൾക്കാൻ പോലും കൊള്ളത്തില്ല. പോയി ഇരുന്നാൽ നമ്മൾ ഭ്രാന്ത് പിടിക്കും. അല്ലെങ്കിൽ എന്ത് വേണം, ഇവരുടെ മാനസികാവസ്ഥയിൽ നമ്മൾ എത്തണം എന്ന് പറഞ്ഞാൽ ഇവർ കഴിക്കുന്ന ഗുളിക കഴിക്കണം. അത് മാത്രമേ ഉള്ളൂ മാർഗം. കിതാബ് എടുത്ത് ഉത്തരം പറയാൻ.